നമസ്കാരം. പ്രധാന വാർത്തകൾ. സൗബിനെതിരെയുള്ള കേസ് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം. എറണാകുളം DCP വിനോദ് പിള്ളയ്ക്ക് മേൽനോട്ട ചുമതല. എറണാകുളം ക്രൈംബ്രാഞ്ച് DYSP ലത്തീഫ് അന്വേഷിക്കും. നിലവിൽ കേസ് അന്വേഷിക്കുന്ന സൗത്ത് ACP രാജ്കുമാറും അന്വേഷണ സംഘത്തിലുണ്ട്. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാരൻ DGPയെ സമീപിച്ചിരുന്നു. വാഹനങ്ങൾ നിർത്തരുതെന്ന് പറഞ്ഞു. ലോഡ്ജിൽ യുവാക്കളുടെ ആക്രമണം. ഒലവക്കോട്ട ലോഡ്ജിൽ യുവാക്കളുടെ ആക്രമണം. റെയിൽവേ സ്റ്റേഷന് സമീപത്തെ സിറ്റി ഹാർട്ട് ലോഡ്ജിലെ ജീവനക്കാരനാണ് മർദ്ദനമേറ്റത്. ലോഡ്ജിലേക്കുള്ള വഴി തടസ്സപ്പെടുത്തി വാഹനങ്ങൾ നിർത്തരുതെന്ന് പറഞ്ഞതിനാണ് ആക്രമണം നടത്തിയത്. ലോഡ്ജിലെ റിസപ്ഷനിൽ കയറിയും അതിക്രമം നടത്തി. ഇന്ന് ഉച്ചയ്ക്കാണ് വാഹനങ്ങൾ നിർത്തരുതെന്ന് ലോഡ്ജ് മാനേജർ പറഞ്ഞത്. രാത്രിയോടെ കൂടുതൽ ആളുകളുമായി എത്തി യുവാക്കൾ അക്രമം അഴിച്ചുവിടുകയായിരുന്നു. ഗണേശ നിമജ്ജന ഘോഷയാത്രയിലേക്ക് ട്രക്ക് പാഞ്ഞുകയറി. 8 പേർക്ക് ദാരുണാന്ത്യം. കർണാടകയിൽ ഹാസനിൽ വാഹനാപകടം. ഗണേശ നിമജ്ജന ഘോഷയാത്രയിലേക്ക് ട്രക്ക് പാഞ്ഞുകയറിയാണ് അപകടമുണ്ടായത്. അപകടത്തിൽ 8 പേർ മരിച്ചു. അപകടത്തിൽ 20 പേർക്ക് പരിക്കേറ്റതായാണ് വിവരം. 5 പേർ സംഭവസ്ഥലത്തും ഒരാൾ ആശുപത്രിയിലുമാണ് മരിച്ചത്. തിരക്കേറിയ NH 373 റോഡിലാണ് അപകടമുണ്ടായത്. മരണസംഖ്യ ഉയർന്നേക്കാമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം. 10 വയസ്സുകാരിക്ക് രോഗം സ്ഥിരീകരിച്ചു. മലപ്പുറം അരീക്കോട് സ്വദേശിയായ 10 വയസ്സുകാരിക്കാണ് രോഗബാധ. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കുട്ടി 2 ആഴ്ച മുമ്പ് നീന്തൽക്കുളത്തിൽ കുളിച്ചിരുന്നതായി കുടുംബം പറഞ്ഞു. ഇതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം 11 ആയി. രോഗം സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലും ചികിത്സയിലാണ്. മന്ത്രിസ്ഥാനം രാജിവെപ്പിച്ചത് സീസൺ 1. സീസൺ 2 നാളെ മുതൽ ആരംഭിക്കും. KT ജലീലിനെതിരെ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ്. ജലീൽ നടക്കില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഫിറോസ് പറഞ്ഞു. തനിക്കെതിരെ EDയിൽ പരാതി കൊടുക്കുമെന്നാണ് ജലീൽ പറയുന്നത്. EDക്കല്ല CBIക്ക് പരാതി കൊടുത്താലും തന്റെയോ ഒരു യൂത്ത് ലീഗ് പ്രവർത്തകന്റെയോ രോമത്തെ തൊടാനാവില്ലെന്നും ഫിറോസ് പറഞ്ഞു. 1ാം പിണറായി സർക്കാരിൽ ജലീലിന്റെ മന്ത്രിസ്ഥാനം രാജിവെപ്പിച്ചത് സീസൺ 1-ലായിരുന്നു. MLA സ്ഥാനം രാജിവെപ്പിക്കുന്ന സീസൺ 2 നാളെ യൂത്ത് ലീഗ് ആരംഭിക്കുമെന്നും ഫിറോസ് പറഞ്ഞു. മലപ്പുറം പൂക്കോട്ടൂരിൽ യൂത്ത് ലീഗ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഫിറോസ്.